അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വന്നത് പാലക്കാട് ജില്ലയിൽ ഒലവക്കോടിനടുത്തുള്ള കല്ലേക്കുളങ്ങര എന്ന സ്ഥലത്താണ്. അതായത് രാജുവേട്ടൻ്റെ അടുത്ത്. ഇതിന് മുന്നേ രാജുവേട്ടൻ്റെ ഒരു വീഡിയോ മൃദംഗത്തിനെ പറ്റി കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വീണ്ടും വന്നിരിക്കുക. കാരണം കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ ഉടുക്കിൻ്റെ നിർമ്മാണ വശങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുടിയും ഈ വക കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ള ആ ഒരു റെക്കമെൻഡിൻ്റെ റിക്വസ്റ്റിൻ്റെ പുറത്ത് ഞാനിവിടെ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് രാജുവേട്ടനെ അറിയാത്തവർക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഉടുക്കിൻ്റെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഉടുക്കിൻ്റെ കുറ്റീന് നല്ല പ്ലാവിൻ്റെ അസൽ കുറ്റീന്ന് ഉടുക്കിൻ്റെ നിർമ്മാണ വശങ്ങളൊക്കെ പുള്ളി നമുക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വശങ്ങൾ പറയുകയും കാണിച്ചു തരികയൊക്കെ ചെയ്യും. എന്തായാലും നമുക്ക് ഇപ്പോൾ രാജുവേട്ടനെ പരിചയപ്പെടാം. രാജുവേട്ടൻ. ഹായ്, ഞാൻ രാജീവാണ്. ഇത് പ്ലാവിൻ്റെ മരമാണ്. ഇത് നമ്മൾ നൈസ് ജവുത്തോലി എന്ന് പറയും. ഇത് നമ്മൾ വെള്ളത്തിൽ ഇടാൻ പോകുന്നതാണ്. വെള്ളത്തിലിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് കുതിർക്കണം. നോക്കണം, ഫ്ലെക്സിബിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് കുതിർത്തത്. ജവ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? അപ്പോൾ ആ തോലിൻ്റെ പ്രത്യേകത എവിടെ നിന്നുള്ള തോലാണത്? അത് നമ്മൾ പശുവിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു വലിച്ചെടുക്കുന്നതാണ്. അത് നമ്മൾ തോലെടുത്ത ശേഷം ഇതേപോലെ നൈസ് തോലെടുത്ത് നമ്മൾ ചുമരിലേക്ക് പരത്തി ചുമരിലേക്ക് ഒട്ടിച്ച് വയ്ക്കുന്നതാണ്. അത് ഉണങ്ങിയ ശേഷം നമ്മൾ അത് വീണ്ടും എടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ജവുത്തോല്. ആ തോല് മാത്രമാണോ നമ്മുടെ ഉടുക്കും അതുപോലെ തന്നെ മറ്റേ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് ഉണ്ടാക്കുന്നത്? അല്ലാണ്ട് മറ്റുള്ള തോല് ഇതിന് സൂട്ടബിൾ അല്ല. കുറച്ചും കൂടി ടോൺ കിട്ടണമെങ്കിൽ ഇത് വേണം. ഇതാണോ അല്ലേ? അതായത് നമ്മുടെ ഒരു പാരമ്പര്യ രീതി അനുസരിച്ചുള്ള ഒരു നിർമ്മാണത്തിൽ ഇതാണ് കൂടുതൽ വരുന്നത്. പേപ്പർ പോലെ അല്ലേ, വളരെ നൈസായിട്ട്. പേപ്പർ പോലെ ഒന്ന് ഡ്രൈ ആവണേ. ഒന്ന് ഉണങ്ങണല്ലോ, വലിഞ്ഞ വെള്ളത്തിന്റെ അംശം ഉടുക്കിന്റെ വട്ടം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു സംഭവമാണ് അല്ലേ? പ്ലാവിന്റെ തടിയാണ്. 8 ഹോളുണ്ട്. 8 ഹോളുണ്ട്. കോർത്ത് വലിക്കാനുള്ള 8 ഹോളുണ്ട്. നമ്മള് കയറിട്ട് കോർത്ത് സെറ്റ് അടിയിൽ അതേമാതിരി വേറെ സെറ്റും കൂടി ഉണ്ടാവും. അപ്പൊ അതും കൂടി കോർത്ത് ലെവലാക്കുന്നതാണ്. അത് ശരി. ഈ പ്ലാവിന്റെ അല്ലാതെ ഈ മരത്തിന്റെ അല്ലാതെ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ വരുന്നുണ്ട്? പിച്ചളുടെ വരുന്നുണ്ട്. അതേപോലെ നമ്മളെ അലുമിനിയത്തിന്റെ തന്നെ വരുന്നുണ്ട്. അലുമിനിയം വരുന്നുണ്ട്. ഇടയ്ക്ക് പോലെ നല്ല വായുവട്ടം പാടില്ല. ഇതിന് ചേർന്ന് യോജിച്ച പോലെ തന്നെ അളവും വേണം. അതായത് പ്ലാവിന്റെ കുറ്റി, അതിലുള്ള കുറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോ എങ്ങനെ ഇതിന് അളവുണ്ടോ? ഈ കുറ്റിക്ക് അളവുണ്ടോ? കുറ്റിക്ക് അളവുണ്ട്. ഇപ്പൊ നമുക്ക് ഇതൊരു ഏകദേശം ഇപ്പൊ ഒരു 4-4.5 5ന്റെ ഉള്ളിൽ എന്തായാലും വരും വായുവട്ടം. നീളം ഒരു 6-7 വരുന്നുണ്ട്. 7 ഇഞ്ചോളം നീളം വരുന്നുണ്ട്. അത് വിട്ടിട്ടുള്ള സൈസ് വരുമ്പോഴാണ് നമ്മൾ തുടിയിലേക്ക് വരുന്നത്. നമ്മളെ പശ ഫെവിക്കോൾ പശ ഉപയോഗിക്കുന്നത്. താഴെ നമ്മുടെ ഉള്ളൂരി ആ സാധനം ഉണങ്ങിയൊരു ഡ്രൈ ആയിട്ടുണ്ടല്ലേ? വളയത്തുമ്പോ എല്ലാ സൈഡിലും പശ തേച്ച് പിടിപ്പിക്കും. എല്ലാ സൈഡും തേക്കണം. ആദ്യകാലങ്ങളിൽ എന്ത് പശയാണ് ഉപയോഗിച്ചിരുന്നത് ഈ വളയത്തുമ്പോ തേക്കാൻ വേണ്ടിട്ട്? നമ്മള് വജ്രത്തിന് ഉപയോഗിക്കുന്നത്, പിന്നെ പഞ്ചിക്കായന്റെ അത് ഉപയോഗിക്കും. ചെണ്ടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പഞ്ചിക്കായ അങ്ങനെ സെന്ററിൽ വെച്ചു അല്ലേ? സെന്ററിൽ വെച്ച് നമ്മൾ വലിച്ച് 4 ഭാഗം ഒരേ പൊസിഷനിലാക്കി വലിച്ചതാക്കും. ഫെവിക്കോളായ കാരണം പെട്ടെന്ന് ഉണങ്ങാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഉണങ്ങാൻ സെറ്റാവുകയും ചെയ്യും. സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. രാജുവേട്ടൻ നേരത്തെ ഒട്ടിച്ച വട്ടങ്ങൾ അല്ലേ? വട്ടങ്ങൾ അത് പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ച വട്ടങ്ങളൊക്കെ ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട് അല്ലേ? 2 വശത്തേക്കുള്ള വട്ടങ്ങളാണ് അല്ലേ? 2 വശത്തേക്കുള്ള വട്ടങ്ങൾ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ അതുമേ ഫിക്സ് ചെയ്യുന്നത്, അതായത് കോർക്കുന്നത് അല്ലേ? ശരി. അതിന് മുന്നേ വേറെ കാര്യമുണ്ട്. ഉടുക്കുമ്പോ ഒരു സെന്ററിൽ ഒരു ഹോള് കണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാ ആ ഹോളിന്റെ ഇത് പറയുന്നത്? ഇത് നമുക്ക് കുറച്ച് വായു കിട്ടാൻ വേണ്ടി, ടോണ് ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇത് ഫുള്ളായി അടഞ്ഞിരിക്കാൻ ടോണ് അടഞ്ഞിരിക്കും. ഇത് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് കിട്ടും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിലും ഇടയ്ക്കിലായാലും ഉടുക്കിലായാലും പിന്നെ തുടിയിലായാലും എല്ലാത്തിലും നമ്മൾ അത് ചെയ്തു. തുടിയിലും ഹോൾ വന്നിട്ടുണ്ടല്ലേ? ഇതൊക്കെ വായു സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി, ടോൺ കിട്ടാൻ വേണ്ടി. ടോൺ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് കോർക്കുന്നത് കാണാം. അതൊരു വട്ടം വെച്ചു ബേസ് അല്ലേ? പിന്നെ അതിന്റെ മുകളിൽ കുറ്റി വെച്ചു, അതിന്റെ മേലെ മറ്റേ വട്ടം വെച്ചു. ഇതിന് ചോദിക്കട്ടെ, 2 വട്ടങ്ങളും വ്യത്യാസം ഉണ്ടോ? അതായത് സെയിം ആണ് അല്ലേ? ഈ 2 ഭാഗം ഒപ്പമാണല്ലോ. അതെ. ഈ വട്ടം ഒപ്പമാണ്, ഈ വട്ടം ഒപ്പമാണ്. ഇതിന് എന്ത് നൂലാണോ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് അല്ലേ? സാധാരണ ഇതാണ് കുറച്ചും കൂടി വലിയ ഹോളിലേക്ക് ഇടുന്നത്. ഇത് കോട്ടന്റെ 8 ഹോളുണ്ട്. 8 ഹോളുണ്ട്. നമ്മുടെ ചരട് കോർത്ത്
വലിക്കാനുള്ള ഹോളാണ് 8 ഹോള് ചെയ്തിട്ടുണ്ട് ഇതിൽ. താഴെ അതേമാതിരി 8 എണ്ണം ഉണ്ടാവും. 8 എണ്ണം താഴെ ഉണ്ടോ അല്ലേ? ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പുറത്തു മേലെ കൂടി അങ്ങനെ ഇടണം. അടിക്കൂടെ കോർത്തതിന് ശേഷം മേലെ കൂടി. ശരി. നാല് ഭാഗം അതായത് ഈക്വൽ ആണോ അല്ലേ? സർക്കിളിന്റെ എല്ലാ ഭാഗം ഈക്വൽ ആയിട്ട് വലിക്കണം അല്ലേ? ഈക്വലായിട്ട് വലിക്കണം. ഇത് നമുക്ക് ഇടയ്ക്കൽ പോലെ പവിത്ര കെട്ടൊന്നുമില്ല. ഇത് നമ്മൾ നോർമലായിട്ട് കെട്ടുക സാധാരണ ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പൊ ചെറുകളെല്ലാം ടൈറ്റ് ആയോ? ടൈറ്റ് ആയില്ല, കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്, ലെവലാക്കി ടൈറ്റ് ചെയ്യാനുണ്ട്. ഓരോന്നോരോന്ന് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യണം. അതെ, ഒരു അഡ്ജസ്റ്റബിൾ ആയിരിക്കണം വലിക്കുന്നത്. ഇവിടെ വലിവ് വന്നു. ലാസ്റ്റ് നമ്മുടെ കെട്ട് വരുന്നതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരു ഇടയ്ക്കയിലെ പോലെ തന്നെ ലാസ്റ്റ് മൊത്തത്തിൽ ഒരു കെട്ട് വരണം അല്ലേ? മുകളിൽ കൂടെ ഒരു ഷോ കിട്ടാൻ വേണ്ടിട്ട് തന്നെയല്ല, മൊത്തം ചെറുകൾക്ക് ഒരു വലിവ് കിട്ടാനും അല്ലേ? വലിവ് കിട്ടാൻ. ഇതിപ്പോ എന്താ രാജുവിട്ടപ്പോ നമ്മളിപ്പോ ചെയ്യാൻ പോണത്? ഇത് നമ്മള് മറ്റേ ടാങ്കേഴ്സ് തന്നെയാണോ അത്? അതെ അതെ. ശരിക്കും ആദ്യകാലങ്ങളിലൊക്കെ എന്താ ഉപയോഗിച്ചിരുന്നത്? പനിയുടെ അത് വെക്കാറുണ്ട്. പനേരെ നൈസ് അരു അല്ലേ? അതെ, അത് വെക്കാറുണ്ട്. ഉടുക്കിന് നിർബന്ധമാണോ ഇപ്പൊ ഈ കെട്ടിരിക്കുന്ന സാധനം? ഇത് കുറച്ച് വൈബ്രേഷൻ കിട്ടാൻ വേണ്ടിട്ട്, നമുക്ക് ടോൺ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മുടെ ഇടയ്ക്കയിലുള്ള ഈര എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള സംഭവമാണോ അത്? അതെ അതെ അതെ. ഇടയ്ക്കിൽ നമ്മൾ അതിന്റെ അകത്താ വെക്കുന്നത്, കുറ്റിന്റെ അകത്താ ഇടയ്ക്കിൽ വെക്കുന്നത്. ഇത് പുറത്താണ്, തോലിന്റെ പുറത്താ വെക്കുന്നത്. ഓ ശരി, വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് യഥാർത്ഥത്തില് ചരടാണ് കെട്ടുക അല്ലേ? കോട്ടന്റെ ചരട് കെട്ടുക. അപ്പൊ നമുക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്നുള്ള അതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന് ചരട് കെട്ടിയെന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ രാജുവേട്ടൻ ഇത് കെട്ടിയ സാധനം ഇത് ശ്രുതി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആളൊന്ന് വായിച്ച് കേൾപ്പിക്കാം നമുക്ക്. അപ്പോൾ ഇതിന്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? പക്ഷെ ഇതിൽ വരുന്നത് നമ്മൾ പെർമനന്റ് ആയിട്ടല്ല ചെറിയ കുറച്ചും കൂടി നല്ല അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പട്ടൊക്കെ വെച്ച്, ഒരു തൊങ്ങലൊക്കെ വെച്ച്, ഇവിടെ തൊങ്ങലൊക്കെ വന്ന് കുറച്ചും കൂടി അട്രാക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ചെരട് നമ്മുടെ കോട്ടന്റെ ചെരടായിരിക്കും. ശാസ്ത്രീയമായിട്ട് വായിക്കാൻ പഠിച്ചില്ല, നമുക്ക് കൂടുതൽ നിർമ്മാണമാണ് കൂടുതൽ. ഇത് കൊണ്ടുപോയിട്ട് ഇത് സിംഗേഴ്സും പ്ലേയേഴ്സും ഒക്കെയാണ് ഇത് കൂടുതൽ വായിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളവിടെ നിർമ്മിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന തൊടിയാണ്. ഇതാണ് പ്ലാവിന്റെ കുറ്റി. ഇത് നമ്മള് പ്ലാവിന്റെ വളയത്തില് ആട്ടുംതോല് ഇതിലുള്ളത്. ആട്ടുംതോലാണ് ചെയ്തത്. 2 വട്ടങ്ങളുണ്ട്. അതായത് നമ്മുടെ ഉള്ളൂരി എന്ന് പറഞ്ഞ സംഭവമല്ല, ആടിന്റെ തോലാണ്. ആടിന്റെ തോല്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ തുടി എന്തിനാ ഉപയോഗിക്കാൻ രാജുണ്ട്? നമ്മള് നാടൻ പാട്ടിന്, ചെന്തുപാട്ട് അങ്ങനെയുള്ള ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. നിർമ്മിക്കുന്നത് ഓൾറെഡി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വട്ടങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആടിന്റെ തോല് വളയത്തമ്മ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിയിലൊരു വട്ടം വെച്ചു. നമ്മൾ അതിന് കുറ്റി സെന്ററായി നോക്കി വെച്ചു. അതേമാതിരി മേലെ ഒരു വട്ടം വെക്കുന്നു. അതിപ്പോ ഇതിങ്ങനെ ഓപ്പോസിറ്റ് ആണോ തിരിഞ്ഞിരിക്കുക? അല്ല, ഇങ്ങനെ തന്നെ. ഇത് നമ്മൾ പ്ലാസ്റ്റിക് ഇതിലാണ് ഉപയോഗിക്കുക. ഇതിൽ കോട്ടന്റെ തുണി ഉപയോഗിക്കില്ല. ചെറുത് കോട്ടന്റെ ഉപയോഗിച്ച് ലാസ്റ്റിംഗ് കിട്ടില്ല. വലിവ് കിട്ടില്ല. എത്രത്തോളം ഹോളുകളുണ്ട് നമ്മുടെ ഈ വട്ടത്തിൽ? ഇത് 6 എണ്ണം. ഇവിടെ മേലെ 6 താഴെ 6. ഉടുക്കിന് 6 തന്നെയല്ലേ ഉള്ളൂ? ഉടുക്കിന് 6 ഉണ്ട്, 8 വരുന്നുണ്ട്. അതെ. ലാസ്റ്റ് തന്നെ കെട്ടല്ലേ? അതല്ല, ഫസ്റ്റ് കെട്ട്. ഫസ്റ്റ് കെട്ടണം അല്ലേ? അതിന്റെ തല കെട്ടി. ഇനിയിപ്പോ ലാസ്റ്റ് വരുന്ന അതിനുള്ളിൽ കൂടെ ഇതിന്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അതിനുള്ളിൽ കുറക്കണം അല്ലേ? ഒരു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണോ അല്ലേ? അതെ. ഓരോ ചെറുത് ടൈറ്റ് ആക്കുക അല്ലേ? ഇതും ഈക്വലായിട്ട് ലെവലാക്കി വലിക്കണം. ഈക്വൽ ടൈറ്റ് ആക്കണം അല്ലേ? ഈക്വൽ ടൈറ്റ് ആണ്. സൗണ്ട് വരുന്നല്ലേ? നല്ല സൗണ്ട് ഉണ്ടല്ലേ? ലാസ്റ്റ് കെട്ടുന്നു. ആ ബാലൻസ് വരുന്ന ചെറുട് ലാസ്റ്റ് സെന്ററിൽ ചുറ്റി കൊടുക്കുക. ഇത് കൈ കൊണ്ട് കൊട്ടാ വടി വെച്ച് ചിലര് ചെറിയ കോലൊക്കെ വെച്ച് കൊട്ടും. പിന്നെ ചിലര് കയ്യിലുണ്ട്.
ഇതിപ്പോ ഒരടി ഉണ്ടാവും. ഒരടിയില് കുറ്റിയാണ് വരുന്നത് അല്ലേ? കുറ്റിയാണ് ഒരു സ്റ്റാൻഡേർഡ് അളവാണല്ലേ? സ്റ്റാൻഡേർഡ് അളവാണ്. അതുപോലെ തന്നെ ഇതിന്റെ വട്ടങ്ങൾ എന്ന് പറയുമ്പോൾ 8 ഇഞ്ചോളം 8 ഇഞ്ചോളം വരെ 8 ഇഞ്ചോളം വട്ടം വരുന്നുണ്ട് അല്ലേ? പ്ലാവിന്റെ കുറ്റി എല്ലാം പ്ലാവ് തന്നെയാണ്. ഉടുക്കും ഇവിടെ ഇതുണ്ടല്ലോ, തുടി ഉണ്ടല്ലോ, ഈ തുടി തമ്മിൽ വട്ടം വെച്ച് കിട്ടുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ. ഇതിപ്പോ നമ്മളിപ്പോ ഈ തുടിയിൽ പറയുമ്പോൾ നമ്മൾ നേരെ ഉടുക്കിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്നത്. ഉടുക്ക് പറയുമ്പോൾ നമ്മള് ഈ തോല് മാടിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് കമത്തി വെക്കുന്നത്. ഈ വളയങ്ങളൊക്കെ അടിയിൽ പോയി വളയങ്ങൾ. ഇത് നേരെ തുടി വരുമ്പോ നേരെ തിരിച്ചു വരും. ഈ വളയില് മേലെ വരും, തോലടിയിൽ വന്നിട്ടില്ല. അതായത് ചെണ്ട പാടുന്ന അതേ രീതിയിൽ പുറത്ത് വലിക്കുന്ന രീതിയിലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മള് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗിച്ചിരിക്കുന്നത്. തുടി എത്രത്തോളം റേറ്റ് വരുന്നുണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോ? തുടി നമ്മളൊരു 2700 നല്ല ഫുൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുമ്പോ അല്ലേ? അതുപോലെ തന്നെ ഉടുക്കിന്റെ കാര്യത്തിൽ പറയാൻ തന്നെ ഉടുക്കിന് ഇതേമാതിരി ഒരു റിബണും നല്ല ക്വാളിറ്റി വരും. തന്നെ ഒരു തൊങ്ങലും വരും അല്ലേ? അതൊരു 1700 രൂപ. 1700 കുടിക്കിന് വരുന്നുണ്ട് അല്ലേ? മിനിയേച്ചറിന്റെ ഇതിന്റെ ഇപ്പൊ എന്തിന്റെ മദ്ദളത്തിന്റെ കുറ്റിയാണ് അല്ലേ? ചെറിയ മിനിയേച്ചർ കുറ്റി. ഇതെല്ലാം പ്ലാവിന്റെ തന്നെയാണ് അല്ലേ? ഇത് പ്ലാവിന്റെയാണ്. ഇത് മൃദംഗത്തിന്റെ മൃദംഗ കുറ്റിയാണ്. കാതല് കണ്ട അതിന്റെ നല്ല ഗ്രെയിൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ എത്രയായിട്ട് കൊടുക്കുന്നത് രാജുട്ടാ? വില വരുമ്പോൾ നമ്മളിതൊരു 2 രൂപ റേഞ്ചിൽ 2000 രൂപ വരുന്നുണ്ട് അല്ലേ? മിനിയേച്ചർ നമുക്ക് അതിന് പണികൾ ചെറുത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനനുസരിച്ച് പണി വരുന്നുണ്ട്. ഗഞ്ചിറ അല്ലേ? ഗഞ്ചിറ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ രാജുവേട്ട ഇപ്പൊ വായിച്ച ഇൻസ്ട്രുമെന്റ് എന്താണ് ഇപ്പൊ? ഇത് നമ്മൾ ഡോലക്ക് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ് വായിച്ചിരിക്കുന്നത് അല്ലേ? ഇത് നമ്മൾ ഗാനമേളയ്ക്ക് ഭജനയ്ക്കെല്ലാം ഡോലക്ക് ഉപയോഗിക്കുന്നതാണ്. ഡോലക്കിന് ഇപ്പൊ എത്രത്തോളം റേറ്റ് വരും? ഇതിപ്പോ നമ്മളൊരു 6800 റേഞ്ചിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് തബല സെറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ള ബാഗ്, അതിനകത്ത് നല്ലപോലെ തെരിക്ക എല്ലാം കൂടി ചേരുമ്പോൾ ഒരു 6700 6500 നമ്മളത് കൊടുക്കുന്നുണ്ട്. രാജുവേട്ടന്റെ വീട്ടിലെ, അതായത് വീട്ടിൽ തന്നെയാണ് ആള് വർക്ക് ചെയ്യുന്നത്. ആ വിശേഷങ്ങളെല്ലാം കണ്ടില്ലേ? ഇവിടുത്തെ ഉടുക്ക് നിർമ്മാണവും അതുപോലെ തന്നെ തുടി, തബല, മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. എല്ലാ ഐറ്റംസും തുകൽ വാദ്യോപകരണങ്ങളെല്ലാം തന്നെ രാജുവേട്ടന്റെ നിർമ്മാണ യൂണിറ്റിൽ ചെയ്യുന്നുണ്ട് അല്ലേ? അത് ഓർഡർ പ്രകാരമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓർഡർ പ്രകാരം ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ സെയിൽ നടക്കുന്ന രീതികൾ എങ്ങനെയാണ്? ഇത് നമുക്ക് പാർട്ടി വിളിച്ചു കഴിഞ്ഞാൽ കൊറിയർ വഴിയാണെങ്കിൽ കൊറിയറിൽ എത്തിച്ചു കൊടുക്കുക. അത് 2 ദിവസം മതി. നമ്മളത് കൊറിയർ വഴി അയച്ചു കൊടുക്കും അല്ലേ? നേരിട്ട് നേരിട്ട് വരാം. ഒരാൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അവർക്ക് കൊണ്ട് നേരിട്ട് വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും. നമുക്ക് ഒരേക്കുളന്ന് ഒരു 3 കിലോമീറ്റർ കല്ലേക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലം. കല്ലേക്കുളങ്ങര നമ്മുടെ മലമ്പുഴയ്ക്ക് അടുത്താണല്ലേ? മലമ്പുഴയ്ക്ക് അടുത്തായിട്ട് രമണീയമായ സ്ഥലം എന്ന് പറയാം അല്ലേ? നല്ല പാലക്കാട് ജില്ലയിലുള്ള നല്ല ഒരു കല്ലേക്കുളങ്ങര ഒരു ഗ്രാമമാണ്. അവിടെയാണ് രാജുവേട്ടൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ രാജുവേട്ടൻ്റെ ഈ ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, രാജുവേട്ടനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആളുടെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആളെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണും. അതുവരെയ്ക്കും എല്ലാവർക്കും രാജുവേട്ടാ ബൈ അല്ലേ? ബൈ.